Good morning, guys. It's already 12 p.m. and എൻ്റെ സൺഡേസ് ഇങ്ങനെയാണ്. ഞാൻ ഈ ടൈമിലാണ് ഉണ്ടായിരുന്നത്. Yes. And this is my morning skin. And also I had an haircut yesterday. How's it? എൻ്റെ സൺഡേസ് എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. സോ യാ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹോസ്റ്റലിൽ ചേർന്നപ്പം തൊട്ട് എനിക്ക് ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ട്. കാരണം ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തായിരുന്നു. ഞാൻ ഓൾറെഡി വെയിറ്റ് ഉള്ള ഒരാളാണ്, പക്ഷേ ഹോസ്റ്റലിൽ വന്നപ്പോൾ പിന്നെയും വെയിറ്റ് ചെയ്തു. പിന്നെ എനിക്ക് ഡൈജഷൻ ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ടായി. എൻ്റെ ഫുഡൊക്കെ അത് പ്രോപ്പർ ടൈമിലല്ല. പിന്നെ പ്രോപ്പർ സംഭവമല്ലല്ലോ, നമ്മൾ 20 വർഷമായിട്ട് കഴിച്ച ആ ഒരു ഫുഡ് പാറ്റേൺ മൊത്തമായിട്ട് അങ്ങനെ മാറിയല്ലോ. അപ്പം അങ്ങനെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. സോ ഐ ഡ്രിങ്ക് ദിസ് ജീര വാട്ടർ എവറി മോർണിംഗ്. ഇത് എന്തിനാന്ന് വെച്ചാൽ വെയിറ്റ് ലോസ് ഒന്നല്ല, പക്ഷേ എൻ്റെ ഡൈജഷൻ പ്രോപ്പറാക്കാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് രാത്രി തന്നെ കുറച്ച് ജീരകം ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു വെക്കും, ഭയങ്കര ഹോട്ട് വാട്ടർ. അപ്പോൾ രാവിലെ ആകുമ്പോൾ അത് ഭയങ്കര തണുത്ത് കിട്ടുമല്ലോ. സോ ഐ ഡ്രിങ്ക് ദിസ് എവറി മോർണിംഗ്, സൺഡേസിലും സാറ്റർഡേസിലും എവറി ഉച്ച. It's a little bit of bite. ഞാൻ പൊതുവെ എണീറ്റപാടെ വെള്ളം തേക്കാറില്ല. ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് പതിയെ മാത്രമേ പല്ലേക്കാറുള്ളൂ. ഈ വെള്ളം കുടിക്കുന്നതിന് ഞാൻ കണക്കില്ല. അല്ലാണ്ട് ഞാൻ കുടിക്കുന്ന വെള്ളത്തിന് ഞാൻ കണക്ക് വെക്കും. ഓൾമോസ്റ്റ് ഒരു 3 to 4 liters വെള്ളം ഞാൻ ഡെയിലി കുടിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് ചെറുപ്പം തൊട്ടേ. ദാറ്റ്സ് വൈ. യാ, ആൻഡ് ഐ ഹാവ് ദിസ് ബോട്ടിൽ. 2 liters ബോട്ടിലുണ്ട്. പിന്നെ കോളേജിൽ കൊണ്ടുപോകാനാണെങ്കിൽ എൻ്റെ അടുത്ത് 1 liter ബോട്ടിലാവുള്ളത്. പിന്നെ അതല്ലാണ്ട് 500 ml ഒരു ഗ്ലാസ് ജാറുണ്ട്. പിന്നെ ഒരു 300-400 ml ചെറിയൊരു ടംബ്ലർ ഉണ്ട്. ഐ ഹാവ് ലോട്ട്സ് ഓഫ് വാട്ടർ ബോട്ടിൽസ് ഓർ ടംബ്ലേഴ്സ്. യാ, എൻ്റെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. എനിക്ക് എപ്പോഴും വെള്ളം വേണം. വൈ എന്ന ചോദ്യത്തിന് യാ, ദാറ്റ്സ് യൂറിനറി ഇൻഫെക്ഷൻ. തിങ്ക്. After consuming that jeera water, I try to drink at least 200 ml of normal water. അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ പല്ലേക്കാറുള്ളൂ. അല്ലാതെ എണീറ്റവിടെ പല്ലേക്കുന്ന സ്വഭാവം എനിക്കില്ല. എനിക്ക് എപ്പോൾ പല്ല് തേക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കണം. ഇപ്പോൾ വേറെ ഏത് വീട്ടിലാണെങ്കിലും പല്ല് തേക്കുന്നതിന് തൊട്ടും എനിക്ക് വെള്ളം കുടിച്ചിരിക്കണം. അത് ജീരക വെള്ളം തന്നെ വേണമെന്നില്ല, സാധാ വെള്ളം. എനിക്ക് എന്താണെന്ന് അറിയില്ല. കാരണം ഞാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പേ വെള്ളം കുടിക്കാറില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് മൂത്രയ്ക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ വരുമല്ലോ. സോ അത്രയും നേരം നമ്മൾ വെള്ളം കുടിക്കാതെ നിൽക്കല്ലേ. എൻ്റെ ബോഡി ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ സ്കിന്നാണ് ഭയങ്കര ഡ്രൈ. അപ്പോൾ എൻ്റെ സ്കിന്നിന് ഹൈഡ്രേഷൻ ഉള്ള പോലെ എൻ്റെ ബോഡിക്കും ഹൈഡ്രേഷൻ വേണ്ടേ. അത്രയും ടൈം ഞാൻ വെള്ളം കുടിക്കാത്തതുകൊണ്ട് തന്നെ എണീറ്റ് പാട് എനിക്ക് വെള്ളം വേണം. സോ ടുഡേയ്സ് 200 ml. 200 ml എപ്പോഴും കണക്ക് വെച്ച് കൊടുക്കില്ല. അറ്റ്ലീസ്റ്റ് 200 ml എന്നാണ് ഞാൻ പറഞ്ഞുള്ളൂ. ആൻഡ് ഇറ്റ്സ് ഫൈനലി ടൈം ടു ബ്രഷ് മൈ ടീത്ത്. ഞാൻ എപ്പോഴും എൻ്റെ ബ്രഷിൽ ടൂത്ത് പേസ്റ്റിന് മുകളിൽ ഉപ്പ് വിതറും. ദ വെരി നെക്സ്റ്റ് തിങ് ഈസ് ടു മിക്സ് ഫുഡ്. ഇപ്പം ഇതെനിക്ക് മാനസകം കൂടിയുള്ള അരിയാണ് ഇടുന്നത്. ഉച്ചക്കത്തേക്ക് മാത്രമല്ല, രാത്രിയും ഇത് തന്നെയാണ്. കാരണം സൺഡേസ് ആർ ഫോർ റെസ്റ്റ്, നോട്ട് ഫോർ കുക്ക്. നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് 2 years നൗ. പക്ഷേ ഇതുവരെയും ഈ അരി എടുക്കേണ്ടതിൻ്റെയോ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കേണ്ടതിനെ കണക്ക് കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് എത്ര തോന്നുന്നു നമ്മൾ അത്രയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. And this is our adkala looks like.
നമ്മൾ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ വീഡിയോയിൽ എത്തണം. ഞാൻ ചവിട്ടിയാ എൻ്റെ ക്ലീനിങ് ഡ്യൂട്ടി എനിക്കും മനസ്സൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഒരു എന്താ പറയുക, ചാണകത്തിൻ്റെ മണമാണോ, 2 വർഷത്തെ വേസ്റ്റും പുഴുക്കളും ജീവജന്തുക്കളെല്ലാം ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു ഗൈസ്. നാറ്റം ഈസ് അൺസഹിക്കബിൾ. ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ എൻ്റെ പാഴ്സലും വന്നു. ഇറ്റ്സ് ഫ്രം നൈക്ക. And it's time to having food. After having the food, കുറച്ചൊരു റെസ്റ്റ് എടുത്തു. And it's time to unpack this. ഇതിലെന്താണെന്ന് എനിക്കറിയാം, എന്നാലും എടുത്തു വരാം. It's നാൽപ്പാമരാതി തൈലം for my face. As I said you before, എൻ്റെ ഡ്രൈ സ്കിന്നാണ്. ആൻഡ് മോയ്സ്ചറൈസർ അല്ലാതെ ഞാൻ തൈലം യൂസ് ചെയ്യും സ്കിന്നെ ഹൈഡ്രേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്ലിസറിൻ, ഓൾസോ കാസ്റ്റർ ഓയിൽ. നാൽപ്പാമരാതി തൈലം ഞാൻ പണ്ട് യൂസ് ചെയ്തായിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ കുറേ നാൾ മുമ്പ്. അതുകൊണ്ട് എനിക്കിതിനെ റിവ്യൂ ചെയ്യാൻ അറിയില്ല. ഇതിന് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണം. നൈക്കിയിൽ ഓഫർ കണ്ടപ്പോൾ ഇതിന് ആക്ച്വലി എത്രയാണെന്ന് അറിയോ, 180 റുപ്പീസാണ്. പക്ഷെ എനിക്ക് കിട്ടിയത് 148 റുപ്പീസിനാണ്. അപ്പോൾ പെട്ടെന്ന് ഓഫർ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടാണ്. ആൻഡ് സൺഡേസ് ആർ ഫോർ ഫേസ് പാക്ക്. എൻ്റെ ഏറ്റവും വില കുറഞ്ഞ എന്നാൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഫേസ് പാക്ക് ഈസ് ദിസ് 2 റുപ്പീസിൻ്റെ ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫി പൗഡർ. No patram needed, no brush needed, nothing needed. Only this powder and little drop of water. Water ഞാൻ അവിടെ നിന്ന് ഒഴിച്ചു. ഇനി മിക്സിംഗ് പരിപാടിയാണ്. And it's finally time to apply. This is my face, how it looks just after washing. പണി ഓൾമോസ്റ്റ് തീർന്നു. കഷ്ടപ്പാട്, തളർന്നു. 2 വിൻഡോസും കൂടി ക്ലീൻ ചെയ്തു. ഈ ചുമരൊന്നും ചെയ്യാനില്ല, ദാറ്റ്സ് വൈ ഒന്നും ചെയ്യാതിരിക്കുന്നു. ഗ്യാസൊക്കെ ക്ലീൻ ചെയ്തു. ഇനി ഇവിടുത്തെ ഈ ടൈലൊക്കെ ക്ലീൻ ചെയ്യണം. തറയും കൂടി ചെയ്യുമ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും ശവം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണണമെങ്കിൽ കണ്ടോളൂ. തളർന്നു. 2 പേർക്കും പീരിയഡ്സും കൂടിയാണ്. ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്തു. പക്ഷെ നിലം നോക്കിയാൽ സോ കിച്ചണിൽ യൂസ് ചെയ്യുന്ന വൈപ്പർ നിങ്ങൾ തുണിയിൽ കെട്ടി വലിക്കുകയാണ്. വേസ്റ്റ് തുണിയില്ല. Finally, it's almost done. It's all clean now. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് തുടച്ച് കഴിഞ്ഞു. ഇനി സെക്കൻഡ് തുടക്കുന്നതായിരിക്കും.
അപ്പോൾ ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇൻ ദ സെൻസ് ഹോളൊക്കെ കച്ചറുണ്ട്, പക്ഷെ അത് നമ്മളെ ഡ്യൂട്ടിയിൽ വരുന്നതല്ല. സോ ഹോളൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ഇന്നത്തെ തന്നെ തളർന്നു. ഇറ്റ്സ് ഓൾമോസ്റ്റ് 8 മണിയായി ഗൈസ്. സോ ഇന്ന് വന്ന പ്രൊഡക്റ്റ് അത് ട്രൈ ചെയ്തൊക്കെ ഒന്ന് വിചാരിച്ചു. സോ ഞാൻ പൊതുവേ ഇങ്ങനെ ഫേസ് മസാജ് ഒന്നും ചെയ്യാത്ത ഒരാളാണ്. ഇടയ്ക്ക് എപ്പോഴേലും തോന്നുമ്പോൾ ചെയ്യും. കാരണം ഈ കവളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് എന്തായാലും റീൽ കാണുമ്പോൾ അപ്പം ചെയ്യുന്നല്ലാണ്ട് എപ്പോഴും റെഗുലറായിട്ടില്ല. അപ്പം ഇന്ന് ഈ തൈലം വന്നപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുളിക്കാൻ പോവാം. അപ്പം അതിന് മുമ്പൊന്ന് ജസ്റ്റ് ഒന്ന് മുഖമാകി തേച്ച് പിടിപ്പിക്കാമെന്ന് കരുതി. എന്നിട്ട് ഫേസ് മസാജ് ചെയ്യാൻ കരുതി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിന് മുമ്പ് നാൽപ്പാമരാതി തൈലം യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടിയതായിരുന്നു. എൻ്റെ ഫേസിൽ കുരുക്കളൊക്കെ ഉണ്ടായിട്ട് ആകെ ഫുള്ള് അലർജി ഉണ്ടായപ്പം. പക്ഷെ ഇതിൻ്റെ മണം വേറെ തന്നെ ഒരു മണം. നാൽപ്പാമരാതി കേരം. സോ ഇറ്റ്സ് ടൈം ടു ഡു എ ഫേസ് മസാജ്. ഐ ഡോണ്ട് നോ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന്, ബട്ട് സ്റ്റിൽ ഐ വാണ്ട് ടു ഡു ഇറ്റ്. മൂക്കിന്ന് തുടങ്ങാം. അപ്പം ഞാൻ ബാക്കി കുറച്ച് നേരം കൂടി ഇതൊക്കെ ചെയ്തിട്ട് വരാം. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ നൗ. ആൻഡ് ഇത് മൊത്തം എനിക്ക് അലക്കാനുള്ളതാണ് ഗൈസ്. ഈ ബക്കറ്റ് മുഴുവനുണ്ട്, പിന്നെ ഇപ്പം ഇട്ടേക്കണതും ഉണ്ട്. ഓൾസോ ആ 2 ഷൂകളും എൻ്റേതാണ്, എനിക്ക് കഴുകാനുള്ളതാണ്. പ്ലസ് ഈ ടോയ്ലറ്റ് കഴുകേണ്ട ഡ്യൂട്ടിയും ഇന്ന് എനിക്കാണ്. ഇന്നെന്നല്ല, ഇപ്രാവശ്യം എനിക്കാണ്. എനിക്ക് സൗകര്യമുള്ള സമയത്ത് കഴിക്കാൻ മതി. It's 11 PM now and we have pachamurkku and this is Kandari Chammandi from Maria's Pickles. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ. ഇത് ഡ്രൈഡ് ചില്ലി ചമ്മന്തി, മറ്റേത് കാന്താരി ചില്ലി മാംഗോ ചട്നി. കാന്താരി സാധനം വലിയ എരിവില്ല, ബട്ട് ദിസ് വൺ നല്ല എരിവുണ്ട്. സോ യാ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എനിക്കിങ്ങനെ ജീരവെള്ളം സാധാ വെള്ളമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം. അതല്ലാണ്ട് എനിക്ക് ഈ പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ കൂർക്കയിലിട്ട് തിളപ്പിച്ച വെള്ളം അങ്ങനത്തൊക്കെ കുടിക്കണം ഭയങ്കര ഇഷ്ടം. ആൻഡ് ദിസ് ഈസ് മൈ മറ്റൊരു ഐറ്റം, നെല്ലിക്കിട്ട വെള്ളം. സോ ഓൾമോസ്റ്റ് ഇത് ഭയങ്കര ഹോട്ട് വാട്ടർ അല്ല, ഇളം ചൂടുവെള്ളത്തിൽ ഓൾമോസ്റ്റ് ഒരു 20 hours എങ്ങാനും ഇട്ട് തിളപ്പിച്ച വെള്ളമാണിത്. അല്ല, ഇട്ട് കുതിർത്ത് വെച്ച വെള്ളമാണിത്. ഈ ജാറിൻ്റെ പ്രത്യേകത ഇതിന് സ്ട്രോയും ഉണ്ട്, അല്ലാണ്ട് മറ്റേ സിപ്പറും ഉണ്ട്. ആൻഡ് എനിക്കിതാ ഇഷ്ടം. ഇറ്റ്സ് റിയലി ഗുഡ്. ആ നാരങ്ങയുടെ പുളിപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവും വെള്ളത്തിലോട്ട്. അടിപൊളിയാണ്, വലിയ മോശമൊന്നുമില്ല.
then after I eat all this നെല്ലിക്ക. ഒരു പക്ഷെ നിങ്ങൾ ഈ വീഡിയോ തുടക്കത്തിൽ 2-3 പേര് കൂടുതൽ കണ്ടിട്ടുണ്ടെങ്കിലും അവസാനത്തോട്ട് ടോട്ടലാകെ 1-2 പേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതിലൊന്ന് എൻ്റെ ഭർത്താവായിരിക്കും. ആൻഡ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഇംഗ്ലീഷ് ഈസ് നോട്ട് ദാറ്റ് ഗുഡ്. പക്ഷെ എന്നിട്ട് ഞാനെന്തിന് ഇങ്ങനെ കച്ചറ ഇംഗ്ലീഷ് പറയുന്നുവെന്ന്. ഇറ്റ്സ് ബിക്കോസ് എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ഞാൻ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ചതാണ്. സോ ഇംഗ്ലീഷ് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിക്കണം എന്നാണല്ലോ. അവർക്ക് മറ്റുള്ളവരോട് പറയുമ്പോൾ ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ. സോ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് 2 വ്യക്തികളോടാണ്. 1 എൻ്റെ ഭർത്താവിനോട്, 2 എന്നോട്. അപ്പം ഞാൻ കരുതി ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പം ഇംഗ്ലീഷ് ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുമ്പം മേ ബി എൻ്റെ കോൺഫിഡൻസ് കൂടുമല്ലോ ബാക്കിയുള്ളവരോടും കൂടി അത് സംസാരിക്കാനുള്ള. ദാറ്റ്സ് മീ. അങ്ങനെ എനിക്കൊരു ടീച്ചർ ഉണ്ടായി, അവിടെ LLB കഴിഞ്ഞാൽ ആൾ ഇംഗ്ലീഷിലൊക്കെ ക്ലാസ്സൊക്കെ എടുക്കുക. പക്ഷെ ഇംഗ്ലീഷിൻ്റെ കൂടെ മലയാളം മിക്സ് ചെയ്യും. വിച്ച് മീൻസ് ഇപ്പം എന്താ പറയുക, ദാറ്റ് ഈസ് ദ വൺ എന്നൊക്കെ പറയില്ലേ, ആ മിസ് പക്ഷെ ദാറ്റ് ഈസ് ദ ഒന്ന്. അല്ലെങ്കിൽ അതാണ് ഇംഗ്ലീഷും മലയാളം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സംസാരം. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് നൽകിയൊരു കാര്യം. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര രസം ഇങ്ങനെ കേൾക്കാനൊക്കെ. പക്ഷെ എനിക്കത് ഭയങ്കര കോൺഫിഡൻസ് നൽകി. സോ ഞാനും ഇംഗ്ലീഷ് ഇപ്പോൾ മൊത്തമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനും അതങ്ങനെ ഇൻക്ലൂഡ് ചെയ്തു. എൻ്റെ ഇംഗ്ലീഷിൽ ഞാൻ കുറേ മലയാളം ആഡ് ചെയ്തു. വേറെ ഫുള്ളായി രാത്രി ചോറ് വയ്ക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ചോറ് രാത്രി വയ്ക്കുന്നത് നമുക്ക് ഓൾറെഡി ഇഷ്ടമല്ല. എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ തിന്നാറില്ല. സോ ഞാൻ ആ മുറുക്ക് തിന്നു. ആൻഡ് നെല്ലിക്ക. എൻ്റെ രാത്രി എനിക്ക് എന്താ പരിപാടി എന്ന് ചോദിക്കുന്നവരുണ്ട്. നാളത്തേക്കുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാം. നാളെ രാത്രി അല്ലെങ്കിൽ നാളെ ഈവനിങ്, എപ്പോഴും രാത്രി തന്നെ കുടിക്കുന്നില്ല, എപ്പോഴെങ്കിലൊക്കെ കുടിക്കാനുള്ള നെല്ലിക്ക വെള്ളം പ്രിപ്പയർ ചെയ്യുകയാണ്. ദിസ് ഈസ് ജീരകം. വെള്ളം കെറ്റിലിൽ കിടന്ന് ചൂടാവുന്ന ശബ്ദമാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോണ്ടിരുന്നത്. വെള്ളം ചൂടാകുന്ന നേരം കൊണ്ട് നമുക്ക് കടല കൊടുക്കാം നാളത്തേക്ക്. ആ കടല കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളം ചൂടായി. ജീരകവെള്ളം ഫുള്ള് ചൂടുവെള്ളത്തിലാണ്. എന്താ നെല്ലിക്ക അത് ഇച്ചിരി കുറച്ച് ചൂടുവെള്ളമൊഴിക്കുള്ളൂ. ഇത്ര ചൂടുവെള്ളമൊഴിക്കുള്ളൂ. എന്നിട്ട് പച്ചവെള്ളം ഒഴിക്കും. എനിക്ക് ചൂടുവെള്ളം ഫുള്ളായിട്ട് ഒഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ ക്ലാസ്സിൽ എനിക്കൊരു വിശ്വാസം പോരാ. പിന്നെ സ്ട്രോ എങ്ങാനും ഉരുകിയാലോ എന്നൊക്കെയുള്ളൊരു പേടി. ആക്ച്വലി എനിക്ക് സ്ട്രോത്തിങ് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ സിപ്പറാണ് ഇഷ്ടം. സോ ഐ തിങ്ക്
നമ്മൾ സ്ട്രോ ഊരണം. സ്ട്രോ ഊരി ഗൈസ്. എനിക്ക് ഒന്നിൻ്റെ കൂടെ അങ്ങനെ സ്ട്രോ ഇഷ്ടമല്ല. എൻ്റെ ആ 2 ലിറ്റർ വാട്ടർ ബോട്ടിൽ തരുന്ന സ്ട്രോ കളഞ്ഞേക്കാം. സ്ട്രോ വേണമെന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ കുടിക്കാം. ആൻഡ് ഫൈനലി മൈ സ്കിൻ കെയർ. എൻ്റെ ഡ്രൈ സ്കിൻ ആണ്, സോ എനിക്ക് ഹൈഡ്രേഷനാണ് ഏറ്റവും മുഖ്യം. ഇത് മറ്റേ സ്നെയിൽ മ്യൂസിക് കോസാറക്സിൻ്റെ. Then my niacinamide serum from Plum. ഇത് അടിപൊളി കേട്ടോ. ഞാൻ കല്യാണത്തിന് മുമ്പ് കുറേ കുരുക്കളൊക്കെ വന്ന് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായി. അപ്പോൾ ഏതോ ഒരു ഇൻഫ്ലുവൻസറുടെ വാക്കും കേട്ട് ഞാൻ വാങ്ങിയതാണ്. ബട്ട് ഇറ്റ്സ് റിയലി വർക്ക് ഫോർ മീ. പക്ഷെ ഞാൻ ഡെയിലി ഇത് യൂസ് ചെയ്യാറില്ല. യെസ്, ഡെയിലി യൂസ് ചെയ്തിട്ടും കൂടി എനിക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. എല്ലാ പ്രൊഡക്റ്റും അങ്ങനെയല്ല. ആ ഒരു ടൈമിൽ ഇപ്പം എനിക്ക് അങ്ങനെ കുരുക്കളൊന്നുമില്ല. നിങ്ങൾക്ക് ഇന്നത്തെ ഹോൾ വീഡിയോയിൽ എവിടെയും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിട്ട് കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അതായത് കുരുക്കൾ വന്ന് പോയതിൻ്റെ പാടൊന്നും. ഇതെന്തായാലും ഒരു 1 year ആയിട്ടൊന്നുമില്ല യൂസ് ചെയ്താൽ തുടങ്ങിയിട്ട്. ഓൾമോസ്റ്റ് ഒരു 7 to 8 months. Then finally my moisturizer. And for my lips I use this castor oil.